നിരത്തി വെക്കുന്നുണ്ട്. നമ്മളെ സുധാരാറിന്റെ വീടാണ് അനൂപിന്റെ മാവന്റെ. ഏതെന്തോട്ടം ചാനലിന്റെ അനൂപ് ചന്ദ്രന്റെ വീട്ടിലാണ്. ക്ലബിന്റെ വക എല്ലാവർക്കും ബത്തൊക്കെ വെള്ളാക്കിയിട്ടുണ്ട്. ഓടി വരുന്നുണ്ട് ജിഷ. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമെന്ന്. ഹായ് 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 പ്രിയപ്പെട്ടവരെ, സിസ്പ്രോസ് മീഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ കുറ്റാട്ട് ശ്രീ കൂർമ്മ ഭഗവതി കാവിൻ്റെ താൽപ്പര്യ കുറിക്കൽ ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള കാവുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറ്റാട്ടൂർ കാവിൽ താൽപ്പര്യ കുറിക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു പ്രദേശത്ത് നിന്ന് ഇതിന് നിയുക്തമാക്കപ്പെട്ട സമുദായക്കാരുടെ എല്ലാ വീടുകളിലും ചെണ്ടവായത്തിൻ്റെ അകമ്പൊടിയോടുകൂടി കയറി ഇറങ്ങി അവിടെയുള്ള പ്രസാദം സ്വീകരിച്ച് അങ്ങനെ കുറ്റാട്ടൂർ കാരാറമ്പിന് സമീപമുള്ള കതിർക്കോട്ട് തറവാട്ടിലെത്തി അവിടുന്ന് ഈ താൽപ്പര്യ കുറിക്കൽ ചടങ്ങ് കണ്ട് അതിനുശേഷം അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചത് കൊട്ടിപ്പാടി ആഘോഷത്തോടു കൂടി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നടക്കുന്നൊരു ചടങ്ങാണ് താൽപ്പര്യ കുറിക്കൽ ചടങ്ങ്. അപ്പോൾ ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയി, എന്നുള്ള തിരക്കായതുകൊണ്ട് മറ്റും വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ. നമ്മളെ പൂർവികർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയാണ്. പരിസ്ഥിതിക്ക് വേണ്ടി യാത്ര തുടങ്ങുക കേട്ടോ. അവരെന്നേക്കുള്ള അവരുടെ താല്പര്യങ്ങൾ പൂർവികരോട് അനുഗ്രഹശിസുകൾ വാങ്ങി യാത്ര പുറപ്പെടാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂജ നീ കാണുന്ന നമ്മൾ പൂജയും പ്രാർത്ഥനയും. ശ്രീരാമാട്ടെ ദൈവം കത്തിക്കുന്നുണ്ട്. അതുപോലെ ഷാനാജി പ്രസാദം കോരി വെക്കുന്നുണ്ട്. പപ്പനാഥ് മേടിച്ച് ഇപ്പുറത്ത് നിരത്തി വെക്കുന്നുണ്ട്. ദിവ്യാട്ടനുണ്ടടി ഇങ്ങനെ ചണ്ടക്കാറിലെ റെഡി ആയിട്ടുണ്ട്. റിജാടുന്ന കാര്യമായിട്ട് വീഡിയോ എടുക്കലാന്ന്. കുറ്റാട്ടൂർ കുഞ്ഞുമേതിയും വീടിയൊക്കെ സമീപമുള്ള ശ്രീ ഓലനടിയൻ കുഞ്ഞിരാമൻ്റെ വീട്ടിൽ നിന്നാണ് യാത്ര പുറപ്പെടുക. ഇതിന് നിയോഗിക്കപ്പെട്ട സമുദായക്കാരുടെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ചെണ്ട കൊട്ടി കയറി ഇറങ്ങി ഇതുപോലുള്ള വഴിപാടുകളും കണ്ട് കഴിച്ച് അതിനുശേഷമാണ് കതിർക്കോട്ടേക്ക് യാത്ര തുടരുക. വീട്ടുകാരനെ ആദ്യം പ്രസാദം മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കണം എന്നതാണ് കണക്ക്. അതാ ഇപ്പം നമ്മൾ കാണുന്നത്. നമ്മളെ സുധാരാറിൻ്റെ വീടാണ് അനൂപിൻ്റെ മാവൻ്റെ.
അപ്പോൾ സുധരാറിൻ്റെ ഭാര്യ വിജയാണ് ഇതെല്ലാം എടുത്തു കൊടുക്കുന്നത്. എൻ്റെ ചങ്ങായിമാരായ ശ്രീജി, റിജേഷ്, പിജി ഇവരെല്ലാം വീട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏതന്തോട്ടം ചാനലിന്റെ അനൂപ് ചന്ദ്രന്റെ വീട്ടിലാണ്. സുവജ മോഹൻലാൽ അങ്ങാട് നിൽക്കുന്നുണ്ട്. അനൂപ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കലാണ്. അനുവിന്റെ അമ്മയാണ് എല്ലാവർക്കും പ്രസാദം എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് പ്രവീണിന്റെയും പ്രസൂണിന്റെ എല്ലാം വീടാണ്. പ്രസൂണിന്റെ അമ്മ പ്രസാദം എടുത്തിട്ട് സനുവിന് കൊടുക്കുന്നുണ്ട്. മാധവാട്ടൻ മുകളിൽ ഇരുന്നുണ്ട്. സിജി എന്താ പപ്പയുടെ അതിവിദഗ്ധമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളെ രവിയാറിന്റെ ഏട്ടൻ വേലാട്ടനായത്. വേലാറിന്റെ വീട്ടിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരാളാണ് നടന്ന് തളർന്നുപോയി. സുജി കുട്ടികളി നിയന്ത്രിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കലാന്ന്. ചെറുതാ ഇപ്പൊ ഗദ്ദാഫി അതായത് രാജീവനും എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. വിജേഷിന്റെ വീട്ടിൽ നമ്മൾ അങ്ങനെ എത്തിയത്. വിജേഷിന്റെ അമ്മ ഭാര്യ ഷീനങ്ങ ആത്മ നോക്കുന്നുണ്ട്. അനുഭവൻ പിന്നെ മോൻ എല്ലാവരും ഉണ്ട്. വിജേഷ് ഇവിടെ കാണുന്നില്ല. വിജേഷിനെ ഇവിടെ കാണുന്നില്ല. പിന്നെ കാവിലേക്കുള്ള ഒരു നേർച്ച സാധനമാണ്. കുരുമുളക്, മഞ്ഞ എന്നീ സാധനങ്ങളാണ് കാവിൽ നമുക്ക് വേണ്ടി സമർപ്പിക്കല്. അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു നേർച്ചയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് 10-ാം മൈൽ മേറ്റടിപ്പറമ്പ് മടപ്പുര ക്ഷേത്രത്തിലാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ഇങ്ങനെ താൽപ്പര്യ ഊർക്കൽ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് തൊഴുത് അങ്ങനെയാണ് കതിർക്കോട്ട് തറവാട്ടിലേക്ക് യാത്ര തുടരാറ്.
നമ്മളെ അമ്പാടി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്പാടി, മാമൻ, ആശ്യ. അമ്പാടിക്ക് പിന്നെ അമ്പാച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവല്ലേ. ഓൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ വീഡിയോ പിടിക്കുന്നു. അത് അമ്പാച്ചിനെ പോന്ന അവളിപ്പോ അങ്ങനെ ബീനാന്റെ വീട്ടിലെത്തി. രജിസ്ട്രാട്ടം പണിക്ക് പോയി തോന്നുന്നു, കാണുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ യുവതരംഗം ക്ലബിന്റെ ഒക്കെ എല്ലാവർക്കും ബത്തൊക്കെ വെള്ളാക്കിണ്ടാ എങ്കിൽ എല്ലാരും ഇവിടെ ഉണ്ട്. ഇതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. നടന്നോ ഒരു തണുപ്പ്. ആദർശന്റെ ഓടി വരുന്നുണ്ട്. നമ്മളെ മനാട്ടിനുണ്ട് ഇടാ. മനാട്ടി കൊണ്ടൊക്കെ ക്ലബിന്റെ മുൻ സാരഥി ഭാരവാഹി. നമ്മള് രോണിയച്ചിന്റെ വീട്ടിലെത്തിയ രോണിയച്ചി വിളക്കിൽ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്. ജിഷ വാഞ്ഞെല്ലാം വന്നിട്ടുണ്ട്. നമ്മളെ ചേച്ചിന്റെ ഭാര്യ ജിഷ വാഞ്ഞി. ഋഷിക്കുണ്ട്. സജ്ജിയാണെന്ന് കോമഡി ആക്കുന്നുണ്ട് ചണ്ടക്കോലെടുത്തിട്ട്. രണ്ടാളും കൂടി ചണ്ട ഓടുന്നുണ്ട്. നമ്മളെ ചങ്ങായി കുട്ടന്റെ വീടായത്. സന്തോഷിന്റെ വീട്ടിൽ നമ്മളിപ്പോ എത്തിയത്. നമ്മ കാണാത്തവനെയും കേൾക്കാത്തവനെയും കളിക്കുന്നുണ്ട് ഞാൻ പറയുമ്പോ. മെയിൻ ചങ്ങായി മിനി എല്ലാവർക്കും കാപ്പിയും പ്രസാദം എടുത്ത് കൊടുക്കുന്നുണ്ട്. മിനി ചമ്മുന്നുണ്ടോ? ആശിക്ക് കൊടുക്കുന്നുണ്ട്. ആശി വാങ്ങുന്നില്ല. നമ്മളെ ചങ്ങായി ബാലുബായ് ബാലകൃഷ്ണൻ മാഷാന്ന് +2. എല്ലാ വല്ല ഇവിടെ ഇങ്ങനെ ഉപ്മാവും കറിയാന്നുണ്ടാവുക. എല്ലാവർക്കും പ്രസാദം എടുത്ത് കൊടുക്കലാന്ന്.
അങ്ങനെ നമ്മൾ ബാലാട്ടിൻ്റെ വീട്ടിലെത്തി. ബാലാട്ട് ഇത്തിസായ നാളപ്പരുണ്ട്. അതിന് മുമ്പേ ഓടി ഇവിടെ വന്നതാണ് അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ. എരിഞ്ഞിക്കോട്ട എരിഞ്ഞു മരത്തിൻ്റെ ഇലകളും പിന്നെ വേറെ എന്തെങ്കിലും കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. ആദ്യകാലത്ത് ഇങ്ങനെ ചണ്ട കൊട്ടി പോകുമ്പോൾ അന്നേരം വെളിച്ചമൊന്നുമില്ല, വെളിച്ചം പകരാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സംവിധാനമാണെന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞത്. പിന്നെ എരിഞ്ഞിക്കോട്ട എന്നാണ് പേര് പറയാം. അപ്പോൾ ഈ എരിഞ്ഞിക്കോട്ട കാണാൻ വേണ്ടി ഈ പ്രദേശത്തുള്ള ഒട്ടനവധി ആൾക്കാരാണ് ഇങ്ങനെ വന്നിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമെന്ന്. ലാസ്റ്റ് രാധാൻ്റെ വീട്ടിലെത്തി. കുട്ടൻ്റെ എല്ലാം ഏട്ടൻ രാധാട്ടെ ഇപ്രാവശ്യം ഇങ്ങോട്ട് വീടെടുത്ത് മാറിയതാണ്. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം അങ്ങ് രാജിൻ്റെയും കുട്ടൻ്റെ എല്ലാം വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വീട്. രണ്ടാമത്തെ എരിഞ്ഞിക്കോട്ട നമ്മൾ കാണുന്നത് കത്തിത്തീർന്ന് ഒരുപാട് വെടിക്കെട്ടെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഈ പ്രദേശത്തുകാരുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയതാണ്. നമ്മളിപ്പോൾ മൂന്നാമത്തെ എരിഞ്ഞിക്കോട്ടക്കും തിക്കോടത്തിനെയാണ് കാണുന്നത്. കുറേ ആളങ്ങ് നിരന്ന് നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കുറ്റോട്ട് ബസാറിൽ ഇങ്ങിപ്പോൾ താഴെത്തി. കളക്കോട്ട് തറവാട്ടിലേക്കുള്ള റോഡാണിത്. എനിക്ക് കുറച്ചുകൂടി ദൂരെ പോകാനുള്ളൂ. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് 4:30 പുറപ്പെട്ടതാണ്. ഇപ്പോൾ 8:35. നമ്മൾ ഇപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടി നടന്നാൽ കതിർക്കോട്ട് തറവാട്ടിലെത്തുന്നതായിരിക്കും. അതുപോലെ നമ്മൾ യാത്ര പുറപ്പെട്ടപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സ്ത്രീകളും കുട്ടികളടക്കം ഒരുപാട് പേർ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നെ കതിർക്കോട്ട് തറവാട്ടിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപാട് ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. ഇത് പണ്ടേയുള്ളൊരു ചടങ്ങാണ്. തഴപ്പായ നീതിട്ട് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് കാവിലെ ആവശ്യത്തിന് ഉത്സവത്തിൻ്റെ ടൈമിന് ഉപയോഗിക്കാൻ കൂടി വേണ്ടിയിട്ടാണിത്. മാർച്ച് മാസം 3-ാം തീയതി കുംഭമാസം 19 തിങ്കളാഴ്ചയാണ് ആരംഭം കുറിക്കുന്നത്. കാവ്യായിരുന്നു അന്നത്തെ അശ്വനക്ഷത്രമായതുകൊണ്ട് ഏറ്റവും ഉള്ളവരെയും നിറക്കം. ദൈവാധീന രാശി കന്നിരാശി എടുക്കും. പേര് കുഴപ്പമില്ല. നമ്മുടെ ദൈവാധീനൊക്കെ കിട്ടുന്ന രാശി 9 വ്യാപുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിങ്ങൻ രാശിയിലും കുഴപ്പമില്ല. ചിങ്ങ മാർച്ച് 4-ാം തീയതി ചൊവ്വാഴ്ചയായിട്ടാണ് കളവും വരുന്നത്. അതുപോലെ തന്നെ 5-ാം തീയതി ബുധനാഴ്ച താലപ്പൊലി. 6-ാം തീയതി കാവിന് ഇറങ്ങല്. ഇവിടെ എല്ലാവർക്കും അന്നദാനമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പിജി അമ്പിളി നീതുവെല്ലാം ചോർന്നാൻ വേണ്ടി ലൈനുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്. ഇതാ നീണ്ട നിരയാന്ന്. നേരത്തെ ഞാൻ ആഷ്ലീനെ വിജീൻ്റെ അടുക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായേ. അപ്പോൾ വിജീൻ്റെ മോനും ആഷ്ലി ഒരു ക്ലാസ്സിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാനും പറ്റി. എന്താ
പ്രവീണ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. ഭയങ്കര നീണ്ട നിരയാന്ന് കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര തിരക്കാന്ന്. താലപ്പൊലി കുറിച്ച് പ്രകാരം അറിയിക്കാനുള്ള അവകാശം നൽകുന്ന ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ ഈ താലപ്പൊലി കുറിച്ച ചടങ്ങ്, അതായത് താലപ്പൊലിയുടെ വിവരം കുട്ടിയെ അറിയിക്കാനുള്ള അവകാശം നമ്മളെ പ്രദേശത്ത് 2 ദേശക്കാർക്കാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ കുഞ്ഞേതും വീട് അവർക്കും, അതുപോലെ മറ്റൊന്ന് പുറോളം ഉള്ള ടീമിനുമാണ് ഇതിൻ്റെ അവകാശം നൽകി വരുന്നത്. ഇപ്പോൾ കുഞ്ഞുവൈദ്യം പീടിയ ഭാഗത്തുള്ളത് രാജീവനും, പുറോളം ഭാഗത്തുള്ളത് സൈത്തിൻ്റെ ഏട്ടൻ ബെല്ലാട്ടനുമാണ് ഏറ്റുവാങ്ങുന്നത്. എംബ്രോൻ വിഷ്ണുവാണ് ഈ കർമ്മം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടത്. മാർച്ച് 3, 4, 5, 6 ഇപ്പം 19 നമ്മളെ കുറ്റാട്ടൂർ ശ്രീകുറുമ്പ കാവിലെ താലപ്പൊലി ഉത്സവം ഇന്ന് കുംഭസംക്രമമായിട്ട് തീരുമാനിച്ചു. മാർച്ച് 3, 4, 5, 6 തീയതികളിലാണ്. മാർച്ച് 3 കാവ് കയറൽ, മാർച്ച് 4 കളവുംബലി, മാർച്ച് 5 താലപ്പൊലി. ഈ കുറ്റാട്ടൂർ ദേശത്തും പുറമേ നാട്ടിലൊന്നുമായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്, വലിയ പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് മാർച്ച് 6 തീയതി കാവ് നിറങ്ങൽ. അങ്ങനെയാണ് പതിവ് പോലെയുള്ള എല്ലാ തെയ്യക്കോലങ്ങളും കെട്ടിയാടുന്നതാണ്. ഇപ്രാവശ്യം ഒരു തെയ്യങ്ങളിലൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സഹോദരന്മാരാണ് ഇപ്രാവശ്യം കണ്ടാറിനും ബസൂരിവാലയും കെട്ടിയാടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.